4 മദ്ഹബുകൾ അള്ളാഹു ശറഅക്കിയതാണ്. ഇതൊരു പക്ഷെ സാധാരണക്കാരൻ ഇത് കേൾക്കുമ്പോൾ വേണ്ടത്ര മനസ്സിലാവില്ല. എന്താണ് ഈ പറയുന്നത്? അള്ളാഹ് ശറഅക്കി എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? അപ്പൊ മദ്ഹബിനിപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നതാണല്ലോ. അപ്പൊ ഇനി അള്ളാഹ് ശറഅക്കി എന്ന് പറഞ്ഞപ്പോൾ എന്താ പ്രശ്നം എന്നാണ്. അള്ളാഹ് ശറഅക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. അള്ളാഹ് ഒരു കാര്യം ശറഅക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞു എന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ പ്രവാചകൻ ആധികാരികമായി നമ്മളോട് പറഞ്ഞു എന്നാണ് അതിനർത്ഥം. അള്ളാഹ് ശറഅക്കി എന്ന് പറയാം, അള്ളാഹ് നിയമമാക്കി എന്നാണ് അതിനർത്ഥം. അള്ളാഹ് നിയമമാക്കി എന്നാണ് അതിനർത്ഥം. 4 മദ്ഹബിന്റെ ഇമാമുകൾ അള്ളാഹ് നിയമമാക്കി എന്ന് പറയണമെങ്കിൽ 4 മദ്ഹബുകൾ അള്ളാഹുവിന്റെ, ചുരുങ്ങിയത് അള്ളാഹിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാവണം. കാരണം അള്ളാഹ് ശറഅക്കണമെങ്കിൽ ഒന്നുകിൽ ഖുർആനിലൂടെ ശറഅക്കണം, അല്ലെങ്കിൽ പ്രവാചക വചനത്തിലൂടെ ശറഅക്കണം. നമ്മൾ നന്നായി അറിയണമത്. ഈ മദ്ഹബുകളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ വരുന്ന വൈരുദ്ധ്യങ്ങൾ, ഈ വൈരുദ്ധ്യങ്ങളെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർത്തമാനം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 80 കൊല്ലവും 90 കൊല്ലവും 100 കൊല്ലവും ഒക്കെ കഴിഞ്ഞു വന്ന മദ്ഹബിന്റെ ഇമാമുകൾ, ഈ മദ്ഹബിന്റെ ഇമാമുകളെ മദ്ഹബുകളെ അള്ളാഹ് ശറഅക്കി എന്ന് പറഞ്ഞാൽ ഇതിലൊരു വലിയ അബദ്ധം എന്താ ഉള്ളത്?